നമ്മളുടെ ഈ മരിയൻ സമർപ്പണം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ നമ്മൾ നടത്തുന്ന ഈ തീർത്ഥാടനം കുരിശിൻ്റെ ചുവട്ടിലേക്ക് വന്നു നിൽക്കുകയാണ്. ഇന്ന് യേശുക്രിസ്തുവിനെ കൂടുതൽ അടുത്തറിയാനായി അവിടുത്തെ കുരിശിലെ സ്നേഹമാണ് നമ്മൾ ധ്യാനിക്കുക. ക്രൂശിതൻ്റെ അനന്ത സ്നേഹമെന്നാണ് ഈ 31-ാമത്തെ ദിവസത്തെ വിചിന്തന വിഷയം. നമുക്കിന്ന് പ്രത്യേകമായി വിചിന്തനത്തിന് ലഭിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികരണത്തിൻ്റെ 4-ാമത്തെ പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായമാണ്. ഇതിൽ പ്രസക്തമായി ചോദിക്കുന്ന ഒരു കാര്യം, അങ്ങ് സ്വയം ദാനമായി നൽകാൻ ഞാൻ ആരാണ്? ഈ പാപി എങ്ങനെ അങ്ങയുടെ ധൈര്യത്തോടെ അങ്ങയുടെ മുമ്പിൽ വരും? ഒരു പാപിയായ എൻ്റെ അടുക്കൽ വരാൻ അങ്ങ് തീരുമാനിച്ചത് എന്തുകൊണ്ട്? ഇത്തരത്തിലുള്ള സംഭാഷണമാണ് നമ്മൾ ഇതിൽ കേൾക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ വ്യക്തിപരമായി ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ഈശോ എനിക്ക് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് വലിയ പ്രധാനപ്പെട്ട ഒരാളാണോ? ഒരു മനുഷ്യന് വേണ്ടി ഈശോ മരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമല്ലേ? ദൈവം എന്തിനാണ് ഈ മനുഷ്യന് വേണ്ടി ഇങ്ങനെ മരിക്കാൻ തയ്യാറായത്? ഇവിടെയാണ് നമ്മുടെ ആത്മാവിൻ്റെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്നല്ല പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ആഴമാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത്. നിന്റെ ആത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഈശോ അതിയായി ദാഹിക്കുന്നു. ഇത് ഒരു പ്രധാനപ്പെട്ട വിചിന്തന വിഷയമാക്കി മാറ്റിയാൽ മാത്രമേ കുരിശിൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കുരിശിനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. വാഴ്ത്തപ്പെട്ട തോമസ് മരിയ ഫുസ്കോ പറയുന്നത് പോലെ കുരിശ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അടയാളമായതുകൊണ്ട്, അവിടുത്തെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം അവിടുത്തെ സ്നേഹത്തുള്ളികളായതുകൊണ്ട്, അവിടുത്തെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമായതുകൊണ്ട് നമ്മൾ ഭയത്തോടെയല്ല, വലിയ ആദരവോടും സ്നേഹത്തോടും വേണം കുരിശിനെ നമ്മൾ ആശ്ലേഷിക്കുവാൻ. പല വിശുദ്ധരും, ലീമായിലെ വിശുദ്ധ റോസ് ആയിക്കോട്ടെ, മറ്റ് വിശുദ്ധരായിക്കോട്ടെ, വാഴ്ത്തപ്പെട്ട ആൻ കാതറിനെ മുറിച്ച് ഈശോ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ആൻ കാതറിൻ, നിനക്ക് എന്താ വേണ്ടത് രാത്രിയുടെ യാമത്തിൽ? അപ്പോൾ ആൻ കാതറിൻ്റെ ഈശോയുടെ കരങ്ങളിലിരിക്കുന്ന 2 കിരീടങ്ങളിലേക്ക് നോക്കി. ഒന്ന് പുഷ്പത്തിൻ്റെ കിരീടമാ, മറ്റൊന്ന് മുൾക്കിരീടമാ. ആൻ കാതറിനെ മുറിച്ച് പറഞ്ഞു, എനിക്ക് മുള്ളിൻ്റെ കിരീടം മതി. ഭയങ്കരമായ ഈശോയുടെ ആ സ്നേഹം മനസ്സിലാക്കുമ്പോൾ അവൻ്റെ വേദനയിൽ പങ്കുചേരുവാനായി അവരാഗ്രഹിച്ചു. പിന്നീട് നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ എടുത്ത് നോക്കിയാൽ ആൻ കാതറിനെ മുറിച്ചിൻ്റെ ചിത്രം കണ്ടിട്ടുള്ളവർക്കറിയാം, ഇങ്ങനെ പ്ലാസ്റ്റർ ഒട്ടിച്ചതുപോലെ ഇങ്ങനെ മുഖം മുഴുവനും പൊതിഞ്ഞു കെട്ടിയേക്കുക. പിൽക്കാലത്ത് ഈ മുറിവ് ഇങ്ങനെ ഭയങ്കര ആഴത്തിലുള്ളതായിരുന്നു ആ മുൾക്കിരീടം ഈശോ നൽകിയപ്പോൾ. അതുപോലെ ലീമായിലെ വിശുദ്ധ റോസാപ്പൂക്കൾ പോലെ സുന്ദരിയായിരുന്ന അമേരിക്കയിലെ വിശുദ്ധ റോസ്. നമ്മൾ പുറമേ കാണുമ്പോൾ ഇതുപോലെ ഒരു പുഷ്പത്തിൻ്റെ കിരീടം വെച്ച് ഏകസ്ഥ ജീവിതം നയിച്ചിരുന്ന റോസ്, എന്നാൽ ആ പുഷ്പത്തിൻ്റെ കിരീടത്തിൻ്റെ അകത്ത് മുൾക്കിരീടം ഉണ്ടായിരുന്നു. അതുപോലെ ഈശോയുടെ സ്നേഹം ഏറ്റവും കൂടുതലായി വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് നമ്മുടെ അമ്മ ത്രേസ്യയുടെ ഹൃദയം പിളരുന്ന സ്നേഹം എന്ന് പറയുക, ഹൃദയം പിളർത്തുന്ന സ്നേഹം. അത് ഭയങ്കരമായ ഒരു യോഹന്നാൻ ക്രൂസിനെ സംബന്ധിച്ചിടത്തോളം മണവാട്ടിയോട് ചേർന്ന രാത്രി, ഏറ്റവും സുന്ദരമായ രാത്രി, നയിക്കുന്ന രാത്രി,
കാരണം ഒരു വലിയ ഒരു ഇരുളിലൂടെ, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയിലൂടെ പോകുമ്പോഴും, വലിയ ശൂന്യതയിലൂടെ വലിയ ആന്തരിക വേദനയോടെ പോകുമ്പോഴും എൻ്റെ മണവാളൻ്റെ അടുത്തേക്കുള്ള യാത്രയാണ് എന്ന് വിശുദ്ധർ മനസ്സിലാക്കി. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഗ്രഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. മർഗരീത്ത മറിയത്തിന് ഈശോയുടെ പരിശുദ്ധ ഹൃദയം കാണിച്ചു കൊടുത്തു, സ്നേഹ ഹൃദയം കാണിച്ചു കൊടുത്തു, ആ കുരിശിലെ വലിയ സ്നേഹം കാണിച്ചു കൊടുത്തു. ഈശോ പറഞ്ഞു, മകളെ, ഞാൻ എപ്പോഴും ആ ഒരു പീഡയിലാണ്, ഞാൻ എപ്പോഴും ഗത്സമനിലെ വേദനയിലൂടെ കടന്നു പോവുക, നീ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഭൂഗോളത്തിൽ ചവിട്ടി നിന്ന് കുരിശിലെ ഈശോ, ഒരു കുരിശിൽ കിടക്കുന്ന ഈശോ ഇങ്ങനെ കൈ ഒരെണ്ണം ഇങ്ങനെ അടർത്തിയെടുത്ത് ഫ്രാൻസിസിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം. ഫ്രാൻസിസ് പുണ്യവാളൻ ഈശോയുടെ പഞ്ചക്ഷതങ്ങൾ ഹൃദയത്തിലും ശരീരത്തിലും ഏറ്റുവാങ്ങിയ വിശുദ്ധൻ. അങ്ങനെ ചരിത്രത്തിൽ ഒത്തിരി പേര് ഈശോയോടുള്ള വലിയ സ്നേഹം, ഈശോയ്ക്ക് നമ്മളോടുള്ള വലിയ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി ആ സ്നേഹം തിരികെ കൊടുത്തതിൻ്റെ അടയാളമാണ് ഈശോയുടെ മുറിവുകൾ അവർ ഏറ്റെടുത്തത്. ഈശോയുടെ പരിശുദ്ധ ഹൃദയം കാണിച്ചു കൊടുത്തുകൊണ്ട് മർഗരീത്ത മറിയത്തോട് ഈശോ പറഞ്ഞത്, മകളെ, ഞാൻ എപ്പോഴും ഗത്സമനില, എനിക്ക് ദാഹിക്കുന്നു എന്ന് ഈശോ പറഞ്ഞത് ഒരൊറ്റ വാക്യമാണെന്ന് കരുതരുത്. അന്നത്തെ ആ സംഭവത്തിൽ ഈശോയ്ക്കുണ്ടായ ദാഹമാണെന്ന് കരുതരുത്. മകനെ, മകളെ, നിന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഈശോ ദാഹിക്കുന്നു. ഈശോ ഭയങ്കരമായി നിന്റെ ആത്മാവിനെ കാംക്ഷിക്കുന്നു. ഈശോ നിന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നു. ഈശോ നിന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ ഇനിയും മരിക്കാം, നിനക്ക് വേണ്ടി ഞാൻ ഇനിയും പാടുകൾ ഏറ്റെടുക്കാം, ഞാൻ ഇനിയും പീഡകൾ ഏറ്റെടുക്കാം. നീ എന്നിലേക്ക് തിരിയണം, നിന്നെ ഞാൻ സ്വന്തമാക്കുവാനായി ആഗ്രഹിക്കുന്നു. നമ്മൾക്ക് തിരുഹൃദയ ഭക്തി ഏറെയുള്ള സഭ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സഭ, സിറമല സഭയിലൊക്കെ പ്രത്യേകിച്ച് തിരുഹൃദയത്തിൻ്റെ ഭക്തിയുണ്ട്. നമ്മളിപ്പോൾ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുന്നു. എന്തിനാ ഈശോയുടെ തിരുഹൃദയം ഈ പറയുന്ന മാർഗരറ്റ് മേരി അലക്കോക്കിന് കാണിച്ചു കൊടുത്തത്? നമ്മൾ പുതിയ വീട് വെക്കുമ്പോൾ ഏറ്റവും വില കൂടിയ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം സ്ഥാപിക്കുന്നതിന് വേണ്ടി കണ്ടാൽ നല്ല ഭംഗിയുണ്ട്, ആര് കയറി വന്നാലും നല്ല തിളങ്ങുന്ന രൂപം, ഈശോയുടെ ഹൃദയം ഇങ്ങനെ തുറന്നു പിടിച്ചിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് എവിടുന്ന് വാങ്ങിയതാ? വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണോ? നല്ല ലുക്കുണ്ട്. ഈശോ മർഗരീത്ത മറിയത്തോട് പറഞ്ഞത്, മകളെ, എൻ്റെ ഹൃദയം വലിയ വേദനയിലാണ്. ഞാൻ കുരിശിൽ അർപ്പിച്ച ബലിയുടെ യോഗ്യത സ്വീകരിക്കപ്പെടുന്നില്ല, എൻ്റെ സ്നേഹം നിങ്ങൾ സ്വീകരിക്കുന്നില്ല, എൻ്റെ ഹൃദയത്തിൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, എന്നെ ആശ്വസിപ്പിക്കുക. അങ്ങനെയാണ് തിരുഹൃദയ ഭക്തി ഉണ്ടാവുക. ഗത്സമൻ തിരുമണക്കൂർ ആരാധന നടത്തണം, എന്നെ ആശ്വസിപ്പിക്കണം, ഞാൻ വലിയ വേദനയിലാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മദർ തെരേസ 1946 സെപ്റ്റംബർ 10 മദർ തെരേസയുടെ ഹൃദയത്തിൽ ഈശോയുടെ ഈ സ്നേഹത്തിന് വേണ്ടിയുള്ളൊരു ദാഹം, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ദാഹം ഒരു വലിയ വിചിന്തന വിഷയമായി ഹൃദയത്തെ തുളയ്ക്കുക. എങ്കിലും ആ വിശുദ്ധ അത് കുറേ നാൾ അതിങ്ങനെ പൊത്തിവെച്ചു, ഒരു വലിയ വിചിന്തന വിഷയമാക്കാതെ. 1993 മാർച്ച് 25 ജോൺ പോൾ രണ്ടാമൻ പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എനിക്ക് ദാഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരു നോമ്പുകാല വിചിന്തനം എഴുതുകയാണ്. ഇത് വീണ്ടും വിശുദ്ധ മദർ തെരേസയുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. ആ വിശുദ്ധ കോൺഗ്രിഗേഷനിലുള്ള എല്ലാ സിസ്റ്റേഴ്സിനും അതിനെക്കുറിച്ച് എഴുതി. എല്ലാവരോടും കർത്താവിൻ്റെ ഈ സ്നേഹം, കർത്താവിൻ്റെ ഈ ഒരു ദാഹം വിചിന്തന വിഷയമാക്കണമെന്ന് പറഞ്ഞു. സ്നേഹം എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ആഴമാണ് ദാഹം. അങ്ങനെ ആ വിശുദ്ധ പറയുകയാണ്, നമ്മുടെ ദൈവവിളി എത്ര സുന്ദരമാണ് എന്ന് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നു. കാരണം എല്ലാവരും മറക്കുന്ന ക്രൂശിതൻ്റെ നിലവിളിയെ പറ്റി നാം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയുടെ സ്നേഹത്തിൻ്റെ അടയാളമായി വിശുദ്ധ മദർ തെരേസ മാറി. നമ്മുടെ കാലഘട്ടത്തിൽ ചെയ്ത എല്ലാ ശുശ്രൂഷകളും
ദൈവസ്നേഹത്തെ പ്രതിയായിരുന്നു. കാർക്കശ്യത്തോടെ ഒരുപക്ഷെ മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ സ്നേഹത്തോടെ ഇവരെ ശുശ്രൂഷിക്കണം. കൂടെ ഉണ്ടായിരുന്ന പലരും വ്യക്തിപരമായി അന്ന് ഈ വിശുദ്ധയുടെ കൂടെ ജോലി ചെയ്തിരുന്ന പലരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അമ്മ എങ്ങനെയാ പെരുമാറിയിരുന്നത്? അതിനകത്ത് ഒരു വ്യക്തി പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ചെന്ന ദിവസങ്ങളിൽ ഈ പുഴുവരിക്കുന്നതും അത്രമാത്രം മരണാസന്നരൊക്കെ ആയ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ ഗ്ലൗസ് ഇടാതെ എല്ലാവരെയും ശുശ്രൂഷിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എ ടച്ച്, എ ഹ്യൂമൻ ടച്ച്. പല മനുഷ്യരും മരിക്കുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് അമ്മയോട് നന്ദി പറഞ്ഞു മരിച്ചിട്ടുണ്ട്. മൃഗമായി മരിക്കേണ്ടിയിരുന്ന ഞാൻ ഇന്നൊരു മനുഷ്യനായി മരിക്കുന്നു. നിങ്ങളെന്നെ തൊട്ടതിന് നന്ദി. പകർച്ചവ്യാധിയിൽപ്പെട്ടവര്, പ്ലേഗ്, എയ്ഡ്സ്, അത്തരത്തിലുള്ള രോഗങ്ങളിൽപ്പെട്ടവര്, ഉപേക്ഷിക്കപ്പെട്ടവര്, അവരെയൊക്കെ ദൈവസ്നേഹത്തെ പ്രതി അമ്മ തൊട്ടു. ഇത് അമ്മയുടെ കൂടെ അന്ന് അവിടെ ശുശ്രൂഷിക്കുക എന്നൊരു വ്യക്തി മറ്റുള്ളവരെ ഇദ്ദേഹത്തിൻ്റെ അറപ്പും ഒരു മടുപ്പും ഒരു താല്പര്യക്കുറവൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു, വേണമെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്തോ. അപ്രതീക്ഷിതമായിട്ടാണ് വിശുദ്ധ മദർ തെരേസ കയറി വരിക. ആ വ്യക്തിയെ വ്യക്തിപരമായി വിളിച്ച് ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് ചങ്ക് പൊള്ളിച്ചു. നീ ആ വ്യക്തിയെ അറപ്പോടുകൂടി തൊടുമ്പോൾ നീ അറപ്പോടുകൂടിയാണ് ഈശോയെ തൊടുന്നത്. നീ ഈശോയുടെ സ്നേഹം നിന്റെ ഹൃദയത്തിലൂടെ പകരുമ്പോൾ അറപ്പോടുകൂടിയാണ് നീ പകരുന്നത്. ആ മനുഷ്യന് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത് മനുഷ്യനെന്നുള്ള ഒരു ബഹുമാനമാണ്. അങ്ങനെ മദർ തെരേസ പറയുന്നു, പരിശുദ്ധ മറിയം ശിഷ്യനായ യോഹന്നാനോടും ഭക്തിയായ മഗ്ദലേന മറിയത്തോടൊപ്പം ആദ്യം കുരിശിൽ നിന്ന് ആ രോദനം കേട്ടു, എനിക്ക് ദാഹിക്കുന്നു. അമ്മ കാൽവരി മകളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് യേശു നമ്മെയും എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അമ്മ അറിഞ്ഞു. നമ്മെയും ഈശോ ഒത്തിരി സ്നേഹിക്കുന്നുവെന്ന് അമ്മയുടെ ആ പരസ്പരം അമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ ദാഹം എങ്ങനെ ശമിപ്പിക്കാം? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ യേശുവിൻ്റെ ദാഹം ശമിപ്പിക്കണമെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാക്കളെ നേടിക്കൊടുക്കണം. നമ്മുടെ ആത്മരക്ഷ, സ്വയം ആത്മരക്ഷ മാത്രം നമ്മൾ കരുതിയ പോരാ. വിശുദ്ധരെല്ലാം ചെയ്തതാ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിൽ, പ്രത്യേകമായി ലൂസി, ജസുന്ത, ഫ്രാൻസിസ്കോ എന്ന കുട്ടികൾക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടു. കൊവാദീരയായിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുകയാണ്, മക്കളെ, കൊച്ചു പിള്ളേരാ, സഹിക്കാൻ പറ്റത്തില്ല. ഈ പിള്ളേരുടെ അരയിൽ അമ്മ ഈ വേദനയുടെ ചരട് കെട്ടിക്കൊടുത്തു. നിങ്ങൾക്ക് ദാഹിച്ചാലും മക്കളെ, നിങ്ങൾ ഈ ദിവസങ്ങളെ കുടിക്കരുത്, വെള്ളം കുടിക്കരുത്. നിങ്ങൾ ത്യാഗപരിത്യാഗം ചെയ്യണം, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വൈദികര്, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, എൻ്റെ വൈദിക മക്കള്, സഭയുടെ അവസ്ഥ കാണിച്ചു കൊടുത്തു. അവരെ നരകത്തിൻ്റെ അവസ്ഥ കാണിച്ചു കൊടുത്തു. ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അവസ്ഥ കാണിച്ചു കൊടുത്തു. സഭയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. യോഗ്യന്മാരില്ലാഞ്ഞിട്ടാണോ? അമ്മ എന്തുകൊണ്ടാ ഈ കുട്ടികളോട് ആവശ്യപ്പെട്ടത്? നമ്മോട് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ? എത്ര ഇടങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പുത്രൻ്റെ വേദന വെറുതെ ആയിപ്പോയി എന്ന് അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീർ കണങ്ങൾ ഒഴുക്കി അമ്മ പറഞ്ഞു. ലാസ്ലറ്റിൽ അമ്മ മുഖം പൊത്തി കരഞ്ഞില്ലേ? അമ്മ പറഞ്ഞത്, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, സമർപ്പിത സഹോദരങ്ങൾ, എൻ്റെ വൈദിക മക്കൾ. കുറ്റം പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മൾ ത്യാഗപരിത്യാഗത്തോടുകൂടി പ്രാർത്ഥിക്കണം. നമ്മൾ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം, സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. നമ്മൾ ആരെയും അറിയിച്ചുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ആരെയും ചവിട്ടി താഴ്ത്തിക്കൊണ്ടല്ല. നമ്മുടെ വികാരിയച്ഛനൊരു കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയെ പറഞ്ഞ്, നമ്മൾ പ്രാർത്ഥനാ കൂട്ടായ്മയുള്ള എല്ലാവരും കൂടെ ഇനി പ്രാർത്ഥനാ ദിനമാണ്, നിങ്ങളെല്ലാവരും ഉപവസിക്കണം വികാരിച്ചനെ നന്നാക്കാൻ വേണ്ടി. എന്തൊരു നാണം കെട്ട പരിപാടിയാണ്. അതിനേക്കാളും ഭേദം നിങ്ങൾ ആ കലുങ്ക് കയറിയിരുന്ന് വികാരിച്ചൻ്റെ കുറ്റം പറയുന്ന.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയും നിന്ദിക്കാനോ താഴ്ത്താനോ മറ്റുള്ളവരെ കുറച്ച് കാണിക്കാനോ, ഞാനിങ്ങനെ എൻ്റെ മുട്ടുമേ നിന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുണ്ടാക്കിയ തഴമ്പും കൊണ്ടാ എൻ്റെ കുടുംബം രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്ന കക്ഷികളുണ്ട്. അത് ആത്മാക്കളെ നേടുന്ന പരിപാടിയൊന്നുമല്ല. നമ്മൾ നമ്മുടെ തന്നെ അഹങ്കാരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന കാര്യമാണ്. സ്വർഗത്തിനത് സ്വീകാര്യവുമല്ല. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി ആരും അറിയാതെ നമ്മൾ നമ്മുടെ സ്വകാര്യതയിൽ, വിശുദ്ധരൊക്കെ അങ്ങനെയാണ് ചെയ്തത്. അവർ ചെയ്ത ത്യാഗപരിത്യാഗങ്ങളൊക്കെ, പ്രിയപ്പെട്ടവരെ, എന്നെ ഏറ്റവും ഞടുക്കിക്കളഞ്ഞൊരു വിശുദ്ധനുണ്ട്. അത് അൾത്താരപാലന്മാരുടെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധനാണ്, വിശുദ്ധ ജോൺ ബെർക്കുമൻസ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അച്ഛനായതിനു ശേഷം ദേഷ്യപ്പെടാത്ത വിശുദ്ധൻ, മുഖം ചുളിയാത്ത വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ മരണശേഷം മുറിയിൽ കയറി ഓരോ വസ്ത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ ചോരയാ, ശരീരത്തിൽ നിന്നൊഴുകിയ ചോരയാ. അത്രമാത്രം പ്രഹരങ്ങൾ അദ്ദേഹം ഏറ്റിരുന്നു, അത്രമാത്രം ത്യാഗപരിത്യാഗം ചെയ്തിരുന്നു. അച്ഛൻ ഇത് പറയുമ്പോൾ കുടുംബജീവിതത്തിലുള്ളവരും ബാക്കിയുള്ളവരും വലിയ കാര്യങ്ങളിലേക്ക് കടക്കണമെന്നല്ല പറയുക. നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ ഒരു ചെറിയ നമ്മൾ നിരന്തരമായി നമ്മളുടെ വലിയ വലിയ ഇഷ്ടങ്ങളുടെ പുറകെ ലോകാരൂപിക്ക് അടിപ്പെട്ട് നമ്മൾ പോകുന്ന പോക്കിൻ്റെ ആ പോക്കൊന്ന് കുറച്ചുകൂടെ? നമ്മൾ കണ്ടുകൂട്ടുന്ന സിനിമകളുടെ എണ്ണം നമുക്കൊന്ന് കുറയ്ക്കാലോ? നമ്മൾ പുറത്തേക്ക് അനാവശ്യമായിട്ട് പോയി ആവശ്യമില്ലാതെ വിശപ്പില്ലാതെ കഴിച്ചു കൂട്ടുന്ന ആ ഭക്ഷണത്തിൻ്റെ അളവ് നമുക്കൊന്ന് കുറയ്ക്കാലോ? നമ്മൾ അനാവശ്യമായ ഉല്ലാസത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന യാത്രകളുടെ എണ്ണം നമുക്കൊന്ന് കുറയ്ക്കാലോ? എന്നിട്ട് മദർ തെരേസ പറഞ്ഞതുപോലെ, അമ്മേ, ഞങ്ങൾ എന്തേരാ കൊടുക്കേണ്ടത്, ഞങ്ങൾ എന്തേരാ ചെയ്യേണ്ടത്? ഗിവ് അണ്ടിൽ ഇറ്റ് ഹേർട്സ് യു. നിന്റെ ദേഹത്ത് തൊടുന്നത് വരെ, നിന്നെ വേദനിപ്പിക്കുന്നത് വരെ നീ മറ്റുള്ളവർക്ക് കൊടുക്ക്. ഒരൗദാര്യ മനോഭാവം ഉണ്ടാകുക. അതൊക്കെ സ്വർഗത്തിൽ വലിയ സ്വീകാര്യമാകുന്ന ത്യാഗമാണ്. നമ്മൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പോലും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് നേടാം. ആത്മാക്കളെ പോലും എന്നല്ല, ഭൂമിയിലുള്ളവർക്കേ അതിന് സാധിക്കുകയുള്ളൂ. എന്തേരം വിശുദ്ധര് അവരുടെ എടുത്ത ഓരോ ത്യാഗങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞ വിശുദ്ധയാകാൻ വേണ്ടി FCCയിലുള്ള കൊളയത്താമ എന്ന് പറയുന്ന ഒരു സിസ്റ്ററുണ്ട്. നടക്കാൻ വയ്യ, വയസ്സായി, കാല് ഇങ്ങനെ 1.5 കാലിൽ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ നടക്കും, ഏന്തി നടക്കും. എന്തിനാ അമ്മേ, വയ്യാത്ത അമ്മ ഇങ്ങനെ നടക്കുന്നേ? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ആരും പ്രാർത്ഥിക്കാനില്ലാത്തവർക്ക് വേണ്ടി ഞാനിത് കാഴ്ചവെക്കുക. എൻ്റെ നാഥൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഞാൻ കാണുന്നു. പറമ്പിക്കൂടെ കിടന്ന് പാട്ട പറക്കുക. എന്നിട്ട് ഈ കുരുമുളകൊക്കെ ഉണ്ടല്ലോ, കുരുമുളകൊക്കെ വീണ് കശുവണ്ടിയൊക്കെ എല്ലാ വിളവും എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഇലയൊക്കെ തട്ടിത്തെറിഞ്ഞ് വയസ്സായ അമ്മയാ വിറച്ച് ഇത് പെറുക്കിയെടുത്ത് പാട്ടയ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ച് ഇത് പെറുക്കികൾക്കോ വേറെ ആർക്കെങ്കിലും കൊടുത്ത് തുച്ഛമായ പൈസ കിട്ടും. എന്നിട്ട് കുർബാനയ്ക്ക് പണം ഏൽപ്പിക്കും. ശുദ്ധീകരണ സ്ഥലത്തിൽ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഇത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ചുറ്റുമുള്ളവർ ചോദിക്കുമായിരുന്നു, പാവങ്ങളെ സഹായിക്കുന്നതല്ലേ അതിനെക്കാട്ടും നല്ലത്? അമ്മ പറയും, പാവങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകും. ഒരുപക്ഷെ ശുദ്ധീകരണ സ്ഥലത്തിൽ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഉണ്ടായെന്ന് വരില്ല. ഞാൻ ഒരച്ഛൻ എന്നുള്ള നിലയിൽ വയസ്സായ അമ്മമാര്, ചട്ടമുണ്ട് കൊടുത്തവരൊക്കെ ചിലപ്പോൾ പള്ളിയിലേക്ക് വരുന്ന ഞാൻ അത്ഭുതത്തോട് കാണാറുണ്ട്. കഴിഞ്ഞ തലമുറയ്ക്ക് എന്തൊരു ജ്ഞാനമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അച്ഛാ, ഒരു പ്രാർത്ഥന, ഒരു കുർബാന ചെല്ലാനുണ്ട്. എന്താ നിയോഗം? ശുദ്ധീകരണ സ്ഥലത്തിൽ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഇത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വലിയൊരു ദാഹമുണ്ട്. ഈശോയുടെ ദാഹം ശമിപ്പിക്കുവാൻ നമ്മുടെ ആത്മരക്ഷ മാത്രമല്ല, അവിടുത്തെ വലിയൊരു സ്നേഹമുണ്ട്. നമ്മൾ അതിനെ ചപ്പും ചവറും പോലെ കാണരുത്. നമ്മുടെ ആത്മരക്ഷ മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഈ പ്രതിഷ്ഠ നടത്താൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു സൗജന്യമെന്ന് പറയുക. നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കണം. നമ്മളുടെ സന്യാസ സമർപ്പിത സമൂഹങ്ങളിലെ നമുക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ വികാരിച്ചന് നമ്മൾ സമർപ്പിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, വീണ്ടും നമ്മളത് ഓർക്കണം.
നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ വേലി കെട്ടി വളച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നടക്കുന്ന സ്വാർത്ഥതയുടെ സമർപ്പണമായത് മാറരുത്. ഏറ്റവും കൂടുതൽ എന്നെ വേദനിച്ചവര്, എന്നെ നിന്ദിച്ചവര് അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിശാച് തലതാഴ്ത്തി നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് നാണിച്ചിറങ്ങിപ്പോവും. കാരണം കുരിശിൽ കിടന്ന് ഈശോ സ്നേഹിച്ചപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഇവരെ ആരെയും ശിക്ഷിക്കരുത്, എനിക്ക് ഈ പീഡകൾ തന്ന ഇവരെ ആരെയും ശിക്ഷിക്കരുത് പിതാവേ, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, എന്താ ചെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയും ഈ സ്നേഹവും ഈശോ കുരിശിൽ നിന്ന് നമുക്ക് തരുമ്പോൾ അതിൻ്റെ യോഗ്യത സ്വീകരിക്കേണ്ടതിന് ഈശോയുടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അവിടുത്തെ പാടുവീടകളിൽ നമ്മളാലാവും വിധം നമുക്ക് സംബന്ധിക്കാം. യഥാർത്ഥ മരിയഭക്തി 67-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, യേശുനാഥ, ഞാൻ അങ്ങയെ ഗാഢമായി സ്നേഹിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ കരുണയാൽ ഞാനൊരു യഥാർത്ഥ മരിയഭക്തനാകുന്നതിനും ദൈവമാതൃഭക്തി ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നതിനും എന്നെ അനുഗ്രഹിച്ചാലും. ക്രിസ്തുവേ, അങ്ങ് എൻ്റെ വിശുദ്ധദാതനത്രേ. അങ്ങെൻ്റെ ദയാർദ്രനായ ദൈവമാകുന്നു. എൻ്റെ രാജാതിരാജനും നല്ലിടയനും ഏകനാഥനും നല്ല ഉപകാരിയുമാണ് അവിടുന്ന്. സൗന്ദര്യമൂർത്തേ, സ്നേഹഭാജനമേ, ജീവിക്കുന്ന അപ്പമേ, അങ്ങൻ്റെ നിത്യപുരോഹിതനാണ്. മാതൃരാജ്യത്തിലേക്ക് എന്നെ നയിക്കുന്നവനെ, അങ്ങൻ്റെ സത്യപ്രകാശമാകുന്നു. പരിശുദ്ധമായ മാധുര്യമേ, നേരായ മാർഗമേ, ഉത്കൃഷ്ടമായ ജ്ഞാനമേ, നിഷ്കളങ്ക ലാളിത്യമേ, ശാന്തലയനമേ, സമഗ്ര വിമോചക, അങ്ങാകുന്നു എൻ്റെ നല്ല ഓഹരിയും നിത്യരക്ഷയും. യേശുക്രിസ്തുവേ എൻ്റെ നാഥ, ഞാൻ അങ്ങയെ ഒഴിച്ച് മറ്റുള്ളവയെ സ്നേഹിച്ചതെന്തിന്? ഞാൻ അങ്ങയെ മാറ്റി നിർത്തി മറ്റുള്ളവയെ ആഗ്രഹിച്ചതെന്തിന്? ഞാൻ അങ്ങയുടെ മനസ്സിൽ അങ്ങയോടുകൂടെ അല്ലാതിരുന്നപ്പോൾ ഞാൻ എവിടെയായിരുന്നു? ഇപ്പോൾ മുതൽ എൻ്റെ ആഗ്രഹങ്ങളെ നീ ഊഷ്മളമാക്കൂ. ഉരുകി യേശുവിലേക്കൊഴുകൂ, കുതിച്ചു പായൂ, മന്ദഗമനം അവസാനിപ്പിക്കൂ, ലക്ഷ്യത്തിലേക്ക് സത്വരം ഗമിക്കൂ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. മറിയമേ, നിത്യപിതാവിൻ്റെ പ്രിയപുത്രി സ്വസ്തി. പുത്രൻ തമ്പുരാൻ്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മേ സ്വസ്തി. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയും എൻ്റെ സ്നേഹനാഥേ, എൻ്റെ അതിശക്തിയായ രാജ്ഞി, എൻ്റെ സന്തോഷമേ, എൻ്റെ മഹത്വമേ, എൻ്റെ ഹൃദയമേ, എൻ്റെ ആത്മാവേ, അങ്ങേക്ക് സ്വസ്തി. അങ്ങ് മുഴുവനും എൻ്റേതായത്
കാരുണ്യത്താലാണല്ലോ. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതായതോ നീതിയാലും അത്രേ. പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്കിപ്പോൾ തരുന്നു. അങ്ങയുടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എൻ്റേതായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ നാഥ, അങ്ങ് മാത്രമാകണമേ. ദൈവത്തിന് അഹിതമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ. വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ. അങ്ങേക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ. അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെയും അങ്ങയുടെ ധ്യാനലീനത നിയന്ത്രിക്കട്ടെ. അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. എൻ്റെ മന്ദോഷണാവസ്ഥയെയും അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജ്വലിപ്പിക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ. അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവത്തിരുമുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ. അവസാനമായ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അങ്ങേക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയുവാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാകാതിരിക്കട്ടെ. പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കാൻ എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല. ദൈവത്തെ മുഖാഭിമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ. പുത്രൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിൻ്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക. അതും അങ്ങയുടെ അവകാശമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന് എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അങ്ങയുടെ അവകാശം തന്നെ. ഇവയത്രേ ദൈവം അങ്ങേക്ക് തന്ന നല്ല ഭാഗം. അത്, ഓ സ്വർഗീയ മാതാവേ, അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. ഈ ചിന്തയാൽ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ഐഹിക ജീവിതത്തിൽ അങ്ങിൽ പ്രശോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം, മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക, വിശ്വാസമന്യേ തന്നോട് തന്നെ മരിക്കുക, അങ്ങേക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെപ്പോലെ നിസ്വാർത്ഥമായും തീഷ്ണമായും അധ്വാനിക്കുക. ഇവ മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ. ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടൂ. അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവയെല്ലാറ്റിനെയും ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കുമെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ്ങ് മാത്രം എന്നിൽ യേശുവിൻ്റെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമേൻ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, സ്വർഗസ്വനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യപിതാവിന്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുക്കുമാരനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സർവശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ശ്രേഷ്ഠമായ ഉപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും അനുസരണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ,
ഞങ്ങളെ രക്ഷിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആയുസ്സിന് കാരണമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വേദസാക്ഷികൾക്ക് ശക്തി പകർന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വന്ദകരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങേ ഉയർപ്പിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമാ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരാനിരിക്കുന്ന വിധി ദിവസത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ഈശോയെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യസ്നേഹം നൽകണമേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ക്രൂശിതരൂപന സ്നേഹസ്വരൂപന മനസ്സിൽ നീ വരണേ.
മനസ്സിൽ നീ വരണേ. മനസ്സിൽ നീ വരണേ, 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 തിരുമുറിവുകൾ മനസ്സിൽ നീ വരണേ, എന്റെ മനസ്സിൽ പതിപ്പിക്കണമേ, എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, പുത്രന്റെ പാടുപീഠങ്ങൾ, കുരിശിന്റെ മുദ്ര എന്റെ മനസ്സിൽ പതിപ്പിക്കണമേ. ശോ, മനസ്സിൽ നീ വരണേ, മനസ്സിൽ നീ വരണേ. കുരിശ് സ്നേഹത്തിന്റെ പ്രതീകമാണ്, നമ്മുടെ രക്ഷയുടെ അടയാളമാണ്, ദൈവം നമ്മളോട് കാണിച്ച വലിയ കാരുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കുരിശിനെ സ്നേഹിക്കുന്നവനാകണം ക്രിസ്ത്യാനി. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ കുരിശിൽ അങ്ങ് ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹത്തിൽ, അങ്ങയുടെ പാടുപീഠകളിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുന്നു. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, യേശുനാമം പാടി ഞങ്ങൾ ആരാധിക്കുന്നു. കുരിശിന്റെ വഴികളിലൂടെ ഞങ്ങൾ നടന്നു അങ്ങ് ഞങ്ങളോട് കാണിച്ച സ്നേഹത്തെ ഓർത്ത് യേശുനാമം പാടി ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നേ, അനന്ത സ്നേഹത്തെ ആരാധിക്കുന്നേ, യേശുനാമം പാടി ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ദാഹത്തെ പ്രതി, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതി പാടി ഞങ്ങൾ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ. ബന്ധനമഴിയാൻ കെട്ടുകൾ അഴിയാൻ ആരാധിക്കുന്നേ, പരിശുദ്ധ കുരിശിനാൽ കുരിശിൽ നിന്നൊഴുകിയിറങ്ങിയ തിരുരക്തത്താൽ ആരാധിക്കുന്നേ, പാടുപീഠകളുടെ യോഗ്യതയാൽ രോഗം മാറാൻ ക്ഷീണം മാറാൻ ആരാധിക്കുന്നേ, പരിശുദ്ധ മുറിവിന്റെ യോഗ്യതയാൽ നിന്നാപമാനങ്ങളുടെ യോഗ്യതയാൽ ദൈവമേ, മൺകുടമുടയാൻ തീക്കത്തീടാൻ ആരാധിക്കുന്നേ, കുത്തിത്തുറക്കപ്പെട്ട വിരിമാറിന്റെ യോഗ്യതയാൽ ആരാധിക്കുന്നേ, പരിശുദ്ധ ഹൃദയത്തിന്റെ യോഗ്യതയാൽ തീക്കത്തീടാൻ ആരാധിക്കുന്നേ, ഏറ്റെടുക്കണമേ കർത്താവേ. ആരാധിക്കുന്നേ, അപ്പസ്തോലർ രാത്രികാലേ ആരാധിച്ചതുപോ ആരാധിക്കുന്നേ, ആരാധിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന ദൈവമേ, അപ്പസ്തോലർ രാത്രികാലേ ആരാധിച്ചതുപോ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹത്താൽ, അങ്ങയുടെ തിരുരക്തത്താൽ, അങ്ങയുടെ ശിരസിൽ താഴ്ത്തിയ മുൾമുടിയുടെ വേദനയാൽ, അങ്ങയുടെ ചുമലിൽ വെച്ച പരിശുദ്ധ കുരിശിന്റെ യോഗ്യതയാൽ, അങ്ങയുടെ കരതലത്തിൽ അടിച്ചിറങ്ങിയ ആണിപ്പഴുതുകളുടെ മുറിവിന്റെ യോഗ്യതയാൽ, അങ്ങേറ്റ അടികളുടെ യോഗ്യതയാൽ, അങ്ങയുടെ പരിശുദ്ധ ശിരസിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തുള്ളികളുടെ യോഗ്യതയാൽ, അങ്ങയുടെ 5 മുറിവുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ ദൈവമേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന.
ക്രൂശിതനെ ഞങ്ങൾ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. യേശുവേ യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ കുരിശിൽ നമ്മളോട് കാണിച്ച സ്നേഹം, അവിടുത്തെ ദൈവത്വത്തിൽ നമ്മളോട് കാണിക്കുന്ന സ്നേഹം മാത്രമല്ല, 100% മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യന്റെ ശരീരമാണ് ചിതറിക്കപ്പെട്ടത്, ഒരു മനുഷ്യന്റെ രക്തമാണ് ഒഴുകിയിറങ്ങുന്നത്, ഒരു മനുഷ്യന്റെ പ്രാണനാണ് പിടഞ്ഞത്. അവിടുന്ന് 100% മനുഷ്യനാണ് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് ശേഷം അനേകം വിശുദ്ധരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാമോ, എനിക്കൊന്ന് കൂട്ടിരിക്കാമോ. ഈശോയുടെ പരിശുദ്ധ ഹൃദയം ഈശോ തുറന്നു കാണിച്ച വിശുദ്ധ മർഗരീത്ത മറിയം ഈശോ ആവശ്യപ്പെട്ടു, മകളെ, ഞാൻ എപ്പോഴും ഗത്സമനിയില, ഞാൻ കഠിന വേദനയിലൂടെ കടന്നു പോകുകയാണ്. ഞാൻ മാനവകുലത്തിനോട് എത്രയധികം സ്നേഹം കാണിച്ചിട്ടും എൻ്റെ വേദനയൊക്കെ വെറുതെ അവർ വിലയില്ലാതായി കാണുന്നു. എൻ്റെ സ്നേഹം അവർ ഒന്നുമല്ലാതായി കാണുന്നു. ഉണർന്നിരുന്ന് തിരുമണിക്കൂർ ആരാധന നടത്തി എന്നെ ആശ്വസിപ്പിക്കുക, എൻ്റെ സ്നേഹം നീ സ്വീകരിക്കുക. വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ ആവശ്യപ്പെട്ടു, എന്നെ ആശ്വസിപ്പിക്കുക. ലീമായിലെ വിശുദ്ധ റോസിനോട് ഈശോ ആവശ്യപ്പെട്ടു, റോസേ, നീ എൻ്റെ ഹൃദയത്തിൻ്റെ മണവാട്ടിയായിരിക്കുക, എന്നെ ആശ്വസിപ്പിക്കുക. ചരിത്രത്തിൽ അനേകം വിശുദ്ധർക്ക് ഈശോയുടെ മുറിവ് പങ്കുവെച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈശോ അവൻ്റെ മനുഷ്യത്വത്തിൽ അനുഭവിക്കുന്ന വേദന നമ്മൾ കാണണം. അവനൊരു വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാൽസിഡോണിൽ ചേർന്ന 4-ാം സാർവത്രിക സൂനകദോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചു, അവിടുന്ന് പിതാവിനോട് ഏക സത്തയുള്ളവനാണ്, സത്തൈക്യമുള്ളവനാണ്. മനുഷ്യപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് നമ്മോട് സത്തൈക്യമുള്ളവനാണ്. പാപമൊഴികെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമ്മെപ്പോലെയാണ്. ദൈവത്വത്തിൽ യുഗങ്ങൾക്ക് മുൻപ് തന്നെ അവിടുന്ന് പിതാവിൽ നിന്ന് ജനിച്ചു. എന്നാൽ ഈ അവസാന നാളുകളിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യത്വത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൽ നിന്ന് ഭൂജാതനായി. ദൈവത്വവും മനുഷ്യത്വവും കൂടിക്കലർന്നവനല്ല നമ്മുടെ ഈശോ. 100% മനുഷ്യൻ, 100% ദൈവം. ഈശോ സഹിച്ചത്, പ്രിയപ്പെട്ടവരെ, മനുഷ്യനായിട്ട് തന്നെയാ. ഈശോയുടെ ഹൃദയത്തിലുണ്ടായ വേദനയും അങ്ങനെ തന്നെയാ. ഈശോ അനുഭവിച്ച വേദന ഒന്ന്, ഈശോ പറയുന്നു, ഐ വാസ് ടോട്ടലി അലോൺ. ഞാൻ തനിച്ചായിപ്പോയി, എനിക്ക് ആരുമില്ലാതെ പോയി. ദൈവം പോലും എൻ്റെ കൂടെ ഇല്ല എന്നെനിക്ക് തോന്നിയ സമയം കുരിശിൽ കിടന്നു. ഐ വാസ് ടോട്ടലി അബാൻഡൻഡ്. പൂർണ്ണമായി സ്വർഗവും ഭൂമിയും ഉപേക്ഷിക്കപ്പെട്ടവനെ പോലെ തോന്നി. ഐ വാസ് ബർഡൻഡ്. മാനവരാശിയുടെ പാപം മുഴുവനും എന്നെ വല്ലാതെ ഭാരപ്പെടുത്തി. മകനെ, മകളെ, ഈശോ കുരിശിൽ ചൊരിയുന്ന സ്നേഹം ഒരു പഴങ്കഥയാണെന്ന് കരുതരുത്. ഓരോ പരിശുദ്ധ ബലിയിലും നമ്മുടെ പാപത്തെ പ്രതി അവൻ ബലിയാകുമ്പോൾ ഇതേ
വ്യഥയിലൂടെ, അവസ്ഥയിലൂടെ, സങ്കടത്തിലൂടെ നമ്മുടെ ഈശോ കടന്നു പോവുകയാണ്. അത് മനസ്സിലാക്കിയ വിശുദ്ധർ അനേകം പേർ ഈശോയോട് ചോദിച്ചു, നിന്റെ പാടുവീടകൾ ഞങ്ങൾക്കും പങ്കുവെച്ച് തരിക, നിന്റെ സഹനത്തിന്റെ ഓഹരി ഞങ്ങൾക്കും തരിക. ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയെ കുരിശു കാണുമ്പോൾ ഞങ്ങൾ കാണിക്കുന്ന വിമുഖത, ചെറിയൊരു സഹനം കടന്നു വരുമ്പോൾ അത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റാത്ത അവസ്ഥ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശുദ്ധരുടെ മാതൃക ഞങ്ങൾക്ക് തുണയാകട്ടെ. പരിശുദ്ധ അമ്മയുടെ വ്യാകുല ഹൃദയം ഞങ്ങളെ പഠിപ്പിക്കട്ടെ. കുരിശിലെ രക്ഷയുടെ രഹസ്യം ഞങ്ങൾ പഠിപ്പിക്കട്ടെ. സിയന്നായിലെ വിശുദ്ധ കത്രീന, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ചരിത്രത്തിൽ ആദ്യമായി കർത്താവിൻ്റെ തിരുമുറിവുകൾ ഏറ്റുവാങ്ങിയ വിശുദ്ധൻ. വിശുദ്ധ പൗലോസ് ലീഹ അവന്റെ അടയാളങ്ങൾ ശരീരത്തിൽ ധരിച്ചുവെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. വിശുദ്ധ പാതിരപ്പിയോ ഓരോ ദിവ്യകാരുണ്യ അർപ്പണവേദികളിലും ഈശോയുടെ പഞ്ചക്ഷതം ധരിച്ച വിശുദ്ധൻ. വിശുദ്ധ മറിയം ത്രേസ്യ. നമുക്ക് ഈ വിശുദ്ധരുടെ എല്ലാം മാധ്യസ്ഥം യാചിക്കാം. ഞങ്ങളുടെ സുഖലോലുപതയും ജഡികാസക്തിയും ലോകാരൂപിയോട് ഞങ്ങൾ അടിപ്പെട്ട് കിടക്കുന്ന അവസ്ഥയുമൊക്കെ ദൈവമേ, നിന്റെ പരിശുദ്ധ കുരിശ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ഞങ്ങളെ തടയുന്നു. ആ ബോധ്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കുരിശ് ഏറ്റവും വലിയ സമർപ്പണത്തിന്റെ അടയാളം, നിസ്വാർത്ഥതയുടെ അടയാളം, സ്നേഹത്തിന്റെ സാച്ചുറേഷൻ. വാഴ്ത്തപ്പെട്ട തോമസ് മരിയ ഫുസ്കോ, തിരുരക്തത്തിന്റെ ഉപവിയുടെ മക്കളെന്ന സഭ സ്ഥാപിച്ച ആ പുണ്യപിതാവ് ഇങ്ങനെ പറഞ്ഞു വെച്ചു, ഈശോയുടെ സ്നേഹം ഏറ്റവും അധികം ഈശോ പ്രകടിപ്പിച്ചത് കുരിശിൽ കിടന്ന് അവസാനത്തെ പീഡനവും അവൻ ഏറ്റപ്പോഴാണ്. അവൻ മരിച്ചെന്ന് തോന്നിയിട്ടും കാസിയൂസ് എന്ന ലൊങ്കിനോസ്, തിരുസഭയിലെ ആദ്യ വിശുദ്ധന്മാരിൽപ്പെട്ട പിന്നീട് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന ഒരു റോമൻ പടയാളി, കുന്തമുന അവന്റെ ഹൃദയഭാഗത്തിലേക്ക് ആഴ്ത്തി. ഹൃദയം പിളർക്കപ്പെട്ടു. ലോകചരിത്രത്തിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി നോഹയുടെ പെട്ടകം തുറക്കപ്പെട്ടതുപോലെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, നോഹയുടെ പെട്ടകമാണ് അവിടെ തുറക്കപ്പെട്ടത്. തമ്പുരാനെ, വാഴ്ത്തപ്പെട്ട തോമസ് മരിയ ഫുസ്കോ പറയുന്നത് ഞങ്ങൾ ഓർക്കുന്നു. ഈശോയുടെ സ്നേഹം ഈശോ ഏറ്റവും അധികം പ്രകടിപ്പിച്ചത് കുരിശിൽ അവൻ അവസാനത്തെ നിന്ദനവും ഏറ്റപ്പോഴാണ്. അവന്റെ ഹൃദയം മരിച്ചെന്ന് തോന്നിയ മനുഷ്യനെ വീണ്ടും മുറിപ്പെടുത്തി. പ്രാണൻ വെടിഞ്ഞവനെ വീണ്ടും കുത്തി നോവിച്ചു. എന്നാൽ അവർ കുത്തി നോവിച്ചവനെ അവർ നോക്കി നിന്നു, അവർ സൗഖ്യപ്പെട്ടു. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. അവനെ നോക്കുന്നവരെല്ലാം സൗഖ്യപ്പെടും. പാപത്തിന്റെ സർപ്പദംശനമേറ്റ ഈ തലമുറയ്ക്ക് സൗഖ്യത്തിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, പരിശുദ്ധ കുരിശ്. നിസ്വാർത്ഥതയുടെ, വിട്ടുകൊടുക്കലിന്റെ, പരിത്യാഗത്തിന്റെ പ്രതീകമായ കുരിശ് സഹിക്കരുത് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പൈശാചിക പ്രലോഭനം. ഒരു തരത്തിലുമുള്ള സഹനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തൊരു തലമുറ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു. കുരിശിനോട് യാതൊരുവിധ ആഭിമുഖ്യവുമില്ലാത്ത ഒരു തലമുറ രൂപപ്പെട്ടു കഴിഞ്ഞു. ഒരു ത്യാഗവും ഏറ്റെടുക്കാൻ സാധിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, ക്രിസ്തീയ ജീവിതത്തിന് എതിർ സാക്ഷ്യം നൽകുന്ന ക്രിസ്തീയ സമൂഹം തമ്പുരാനെ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു. കുരിശിന്റെ മഹത്വം, അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിനേറ്റ മുറിവ്, ദൈവമേ, ഈ സമർപ്പണത്തിന്റെ നാളുകളിൽ പരിശുദ്ധ അമ്മ ദൈവമാതാവേ, അങ്ങയുടെ പുത്രന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പരിശുദ്ധ കുരിശിന്റെ അടയാളം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. കുരിശിൻ ചുവട്ടിൽ ഈശോ നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ച നിമിഷം, അവിടുത്തെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എളിമയോടെ കുരിശിൻ ചുവട്ടിലേക്ക് പോയി അവിടുത്തെ വലിയ സ്നേഹം നമുക്ക് സ്വീകരിക്കാം.
ക്രൂശിതനായ യേശുവിൻ്റെ അനന്ത സ്നേഹം. യേശു ശിഷ്യരോട് അരുളി ചെയ്തു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. യോഹന്നാൻ 15:9. കുരിശിന്റെ സ്നേഹം. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഈശോയേ, കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഈശോ പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി കുരിശിൽ കിടന്ന് അവിടുന്ന് ദാഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കാലാന്തരത്തോളം പ്രതിധ്വനിക്കുന്ന ഒരു വേദനയാണ് ഈശോ പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു. അവിടുത്തെ ദാഹത്തിൽ പങ്കുപറ്റിയവർ, അവിടുത്തെ വേദനയിൽ പങ്കുപറ്റിയവർ, അവിടുന്ന് കുടിച്ച കാസയിൽ പങ്കുപറ്റിയവർ, അത് മട്ടോളം ഊറ്റിക്കുടിച്ചവർ, ദൈവമേ, നിന്റെ പാടുപീഡകളും സഹനങ്ങളും വേദനകളും പഞ്ചക്ഷതങ്ങളും ഏറ്റുവാങ്ങിയ ഒരു തലമുറ, ഒരു വിശ്വാസ സമൂഹം, കർത്താവേ, ആ സമൂഹത്തോട് ചേർന്ന് നിന്ന് കുരിശിന്റെ മഹത്വം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ബോധ്യങ്ങൾ തരണമേ. നീ വഹിച്ച കുരിശോടു ചേർത്തു വച്ച് ഈശോ, ഞാനും ചേർന്ന് എന്നെയും തരച്ചിടുന്നു. ഞാൻ തള്ളിക്കളഞ്ഞ പീഡകൾ, നീ വഹിച്ച കുരിശോടു ചേർത്തു വച്ച് സ്വാർത്ഥത ഉപേക്ഷിക്കുന്ന ദൈവമേ, എന്നെയും തറച്ചിടുന്നു. നിനക്ക് വേണ്ടി എന്തും സഹിക്കാം. കുരിശേന്തി തളരും നിന്ദാസരേ, ഈശോ, ഞാനും തുണച്ചിടട്ടെ. മറ്റുള്ളവരുടെ ഭാരങ്ങളിൽ ഞാൻ പങ്കുപറ്റുന്നു. കുരിശേന്തി തളരും നിന്ദാസരേ, ഞാനും തുണച്ചിടട്ടെ. കുരിശാണ് രക്ഷ, കുരിശാണു രക്ഷ, കുരിശിൽ മാത്രമാണ് രക്ഷ. കുരിശിലാണു രക്ഷ, ഒരൊറ്റ വഴിയേ ഉള്ളൂ, കുരിശേ നമിച്ചിടുന്നു. കുരിശിന്റെ വഴി മാത്രമാണ് രക്ഷ. കുരിശാണു രക്ഷ, ഈശോ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. നമുക്ക് നമ്മുടെ കരങ്ങൾ ഹൃദയത്തിലേക്ക് വെച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ ക്രിസ്തോസ്തം പഠിപ്പിച്ച പ്രാർത്ഥന, ദൈവമേ, ഏകജാതനും ദൈവവചനവുമായവനെ, അമർത്യനായ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ ദേവമാതാവും നിത്യകന്യകയുമായ മറിയത്തിൽ നിന്ന് മനുഷ്യനായി അവതരിക്കാൻ തിരുമനസ്സായി ദൈവത്വത്തിന് ഭംഗം വരാതെ മനുഷ്യനാവുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുവേ, അങ്ങയുടെ മരണം, അങ്ങയുടെ മരണത്താൽ മരണത്തെ തകർത്തു. പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും മഹത്വീകരിക്കപ്പെട്ടവനുമായ അങ്ങ് പരിശുദ്ധ കുരിശിനാൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് കുരിശിന്റെ ചുവട്ടിലേക്ക് പോയി മുട്ടുകുത്താം പ്രിയപ്പെട്ടവരെ. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. നമുക്ക് ഹൃദയം തുറന്ന് കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തവും തിരുജലവുമാകുന്ന അഭിഷേകം നമ്മുടെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ കഴുകപ്പെടുന്നതിന് വേണ്ടി ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തിൽ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ മുട്ടുകൾ മടക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ ഇന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും ഇന്നും